യാത്രകൾ പോകാനും കാഴ്ചകൾ കാണാനുമൊക്കെ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും. ഗൾഫ് പനോരമയുടെ സുഹൃത്തുക്കളായ രണ്ടുപേർ ഈയിടെ ഒരു യാത്ര പോയി. ഖത്തറിൽ പ്രവാസികളായ വിനോദും ഉണ്ണികൃഷ്ണനും പോയത് അന്റാർട്ടിക്കയിലേക്കാണ്. ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഗൾഫ് പനോരമയിൽ ആദ്യം. നാമൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് പുറത്തും വിശാലമായൊരു ലോകമുണ്ട് എന്ന ബോധ്യമാണ് മനുഷ്യർക്ക് പ്രാഥമികമായി വേണ്ടതെന്ന് പറയാറുണ്ട്. ആ ലോകത്തേക്കുള്ള സഞ്ചാരം നമ്മളെ അപ്പാടെ മാറ്റിക്കളയും. അത്തരം സഞ്ചാരങ്ങൾ സമ്മാനിക്കുന്ന പുതിയ അറിവുകളും കാഴ്ചകളും നമ്മളെ കൂടുതൽ സാമൂഹിക ഉത്തരവാദിത്വം ഉള്ളവരാക്കും, സഹജീവികളോട് സ്നേഹമുള്ളവരാക്കും. ചുരുക്കത്തിൽ യാത്രകൾ മനുഷ്യരെ പരുവപ്പെടുത്തും. ഇന്ന് രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം പ്രേക്ഷകരെയും കൂട്ടി യാത്ര പോവുകയാണ് ഗൾഫ് പനോരമ. അധികമാരും പോകാത്തൊരിടത്തേക്കാണ് ഈ യാത്ര, അന്റാർട്ടിക്കയിലേക്ക്. എറണാകുളം സ്വദേശി വിനോദ് ഇരളിയൂരും കോട്ടയം സ്വദേശി ഉണ്ണികൃഷ്ണൻ കുറൂരുമാണ് അന്റാർട്ടിക്കയിലേക്കുള്ള തങ്ങളുടെ യാത്രാനുഭവങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. രണ്ടുപേരും ഖത്തറിൽ പ്രവാസികളാണ്. വിനോദ് ഏതാണ്ട് 12 വർഷം ദുബായിൽ ജോലി ചെയ്തതിനു ശേഷം 2012 ഖത്തറിലേക്ക് പോകുന്നത്. ഖത്തർ റെയിലിൽ ഉദ്യോഗസ്ഥനാണ് വിനോദ്. 20ലേറെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. ഞങ്ങൾ അന്റാർട്ടിക്ക പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പലരും ചോദിച്ചു, അന്റാർട്ടിക്കയോ, അവിടെ എന്താണ് കാണാനുള്ളതെന്ന്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് അന്റാർട്ടിക്ക. മഞ്ഞുമലകളും പരവതാനി പോലെ മഞ്ഞു മൂടി കിടക്കുന്ന താഴ്വാരവും, പിന്നെ കടൽ, നീലക്കടൽ, അതിൽ ഒഴുകി നടക്കുന്ന ഐസ്ബർഗുകൾ, പിന്നെ അവിടെ ഉള്ള തിമിംഗലങ്ങൾ, കരയിലാണെങ്കിൽ പെൻഗ്വിനുകൾ, സീലുകൾ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യവാസം ഇല്ലാത്ത ഒരു ഭൂഖണ്ഡം, അതാണ് അന്റാർട്ടിക്ക. ഖത്തർ എനർജിയിൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുകയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. ഈ രണ്ട് സുഹൃത്തുക്കളും ഒരുമിച്ചുള്ള ഒരു യാത്രയാകാമെന്ന പദ്ധതി തയ്യാറാക്കി ലക്ഷ്യം തീരുമാനിച്ചത് അന്റാർട്ടിക്കയാണ്. ഏതാണ്ട് 8 മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് അന്റാർട്ടിക്ക എന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മഞ്ഞു പ്രദേശത്തേക്ക് വേണ്ടി വന്നതെന്ന് ഇരുവരും പറയുന്നു. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ബ്യൂണസ് എയർസ് വഴി അർജന്റീന വഴി പോവാം, അല്ലെങ്കിൽ ചിലി വഴി പോവാം. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ എടുത്തു, ബ്യൂണസ് എയർസിൽ പോയിട്ട് പോവാം എന്നുള്ളത്. അങ്ങനെ അവിടുന്ന് യാത്ര തുടങ്ങി. 2.5 ദിവസം ഡ്രേക്ക് പാസേജ് എന്ന് പറയുന്ന, അതായത് അറ്റ്ലാന്റിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, സദേൺ ഓഷ്യൻ, ഇവരെല്ലാം മീറ്റ് ചെയ്യുന്ന സൗത്ത് അമേരിക്കയ്ക്കും അന്റാർട്ടിക്കയ്ക്കും ഇടയിലുള്ള ഒരു ഡ്രേക്ക് പാസേജിൽ കൂടെ പോകുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു സാഹസികത. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ, ഏറ്റവും കൂടുതൽ കാറ്റുള്ള, ഏറ്റവും തണുപ്പുള്ള, ഏറ്റവും വരണ്ടതായ ഭൂഖണ്ഡം, എല്ലാ സമയമേഖലകളും സംഗമിക്കുന്ന സ്ഥലം, എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുള്ള സ്ഥലം, അതാണ് ദി 7th കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്ന അന്റാർട്ടിക്ക. ദക്ഷിണാർദ്ധഗോളത്തിലെ ചൂടുകാലമായ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് അന്റാർട്ടിക്കയിലെ ടൂറിസ്റ്റ് സീസൺ. ഈ സമയത്ത് ഏകദേശം -3 ഡിഗ്രി സെൽഷ്യസ് മുതൽ +3 ഡിഗ്രി സെൽഷ്യസ് വരെയാകും ഇവിടുത്തെ തണുപ്പ്. ഏതാണ്ട് ഒക്ടോബർ പകുതി കഴിയുന്നതോടെ ആരംഭിക്കുന്ന സന്ദർശന യാത്രകൾ മാർച്ച് പകുതി കഴിയുന്നതോടെ അവസാനിക്കും. അതിൽ തന്നെ ഏറ്റവും തിരക്കേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ്. മാസങ്ങൾ മാറുന്നതിനനുസരിച്ച് കാഴ്ചയുടെ വൈവിധ്യത്തിലും കാലാവസ്ഥയിലും ചില ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകും. ഉദാഹരണമായി ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കൂടുതൽ മഞ്ഞുപാളികളും ഐസ്ബർഗുകളും കാണാം. ഡിസംബർ പകുതി കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞ് പുറത്തുവരുന്ന പെൻഗ്വിൻ കുഞ്ഞുങ്ങളെ കാണാം. കൊടും തണുപ്പുള്ള ശൈത്യകാല സീസണിൽ ഇവിടെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമില്ല. നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ അന്റാർട്ടിക്കയിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ബയോസെക്യൂരിറ്റി ചേംബറിൽ ചെന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. ഞങ്ങളുടെ ഇന്ത്യൻ ഫ്ലാഗ് വരെ ക്ലീൻ ചെയ്തു. പിന്നീട് അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അന്റാർട്ടിക്കയുടെ ഭൂമി കൂടെ നടക്കാനേ പാടുള്ളൂ. അവിടെ ഒന്ന് ഇരിക്കാൻ പോലും പാടില്ല. അതുപോലെ തന്നെ പെൻഗ്വിൻ, അതുപോലുള്ള മറ്റു മൃഗങ്ങൾ, ഇവയിൽ നിന്നെല്ലാം നമ്മൾ കൃത്യമായ അകലം പാലിക്കണം. ഫോർ എക്സാമ്പിൾ, പെൻഗ്വിനിൽ നിന്ന് നമ്മൾ 5 മീറ്റർ അകലത്തിലേ നിൽക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ലിയോപാർഡ് സീലാണെങ്കിൽ 21 മീറ്റർ അകലേ നിൽക്കാൻ പാടുള്ളൂ. അവയെ ഒന്ന് തൊടുകയോ അടുത്ത് പോവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ അന്റാർട്ടിക്കയുടെ മണ്ണോ മഞ്ഞോ ഒരു തരി പോലും നമ്മൾ എടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ നിയമങ്ങൾ പരിപാലിക്കുന്നതുകൊണ്ടാണ് അന്റാർട്ടിക്ക ഇപ്പോഴും
ഇത്ര മനോഹരമായിട്ട് നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. 9, 10, 11, 12 അങ്ങനെ വിവിധ ദിവസങ്ങളുടെ യാത്രകളാണ് സാധാരണയായി അന്റാർട്ടിക്കയിലേക്ക് നടത്തുന്നത്. ഏറ്റവും കുറഞ്ഞത് 9 ദിവസത്തെ യാത്രയെങ്കിലും പോകണമെന്ന് വിനോദും ഉണ്ണികൃഷ്ണനും പറയുന്നു. മാസങ്ങൾ നീണ്ട പഠനത്തിന് ശേഷം ഈ സുഹൃത്തുക്കൾ തിരഞ്ഞെടുത്തത് 11 ദിവസം നീണ്ട അന്റാർട്ടിക്ക ട്രിപ്പാണ്. യാത്രയ്ക്ക് വേണ്ടിവരുന്ന ചിലവുകൾ പല സൈറ്റുകളിൽ നിന്നും മനസ്സിലാക്കി താരതമ്യം ചെയ്ത് ഒടുവിൽ അറ്റ്ലസ് ഓഷ്യൻ വോയേജസിന്റെ വേൾഡ് ട്രാവലർ എന്ന എക്സ്പെഡീഷൻ ഷിപ്പാണ് യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. അന്റാർട്ടിക്കയിൽ 6 ദിവസം നിൽക്കാൻ പറ്റുന്ന 11 ദിവസത്തെ യാത്രയ്ക്കായി അങ്ങനെ ഈ സുഹൃത്തുക്കൾ പുറപ്പെട്ടു. പ്ലാൻസ് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാണണം, എവിടെയൊക്കെ പോകണം എന്നുള്ളതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു എക്സ്പെഡീഷൻ ടീമുണ്ട്. ഓരോരുത്തരുടെയൊക്കെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ 10-15 കൊല്ലം ആർട്ടിക്കിൽ, സഹാറയിൽ, ആമസോണിൽ, അന്റാർട്ടിക്കയിൽ, ഇങ്ങനെ വളരെയധികം എക്സ്പീരിയൻസും വളരെയധികം ഡെഡിക്കേഷനും പാഷനും ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ വെയിൽസിനെ കുറിച്ച് സംസാരിക്കും. ഒരു വെയിൽ എക്സ്പേർട്ട് ഉണ്ട്, ഒരു ബേർഡ് എക്സ്പേർട്ട് ഉണ്ട്, ഒരു വെതർ മാൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാളുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പല സ്ഥലത്തു നിന്നുള്ളവർ, യുക്രൈനിൽ നിന്നുള്ളവർ, റഷ്യ എന്നുള്ളവർ, USA എന്നുള്ള, അർജന്റീന എന്നുള്ളത്, യൂറോപ്പിൽ നിന്നുള്ള, അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള എക്സ്പേർട്സാണ്. ഈജിപ്തിൽ നിന്നുള്ള ഒരാളുണ്ടായിരുന്നു. അർജന്റീനയുടെ തെക്കേ അറ്റത്തുള്ള എൻഡ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഉഷുവായ എന്ന സ്ഥലത്തു നിന്നും അന്റാർട്ടിക്കയിലേക്ക് പോകുകയാണ് ഏറ്റവും ദൂരം കുറവുള്ളതും എളുപ്പവുമായ മാർഗം. ചിലിയിലെ പ്യൂണ്ട അറീനാസ് എന്ന സ്ഥലത്തു നിന്നും പോകുന്ന കപ്പലുകളുമുണ്ട്. 200-ൽ താഴെ യാത്രക്കാർക്ക് മാത്രം പോകാൻ പറ്റുന്ന ചെറിയ പര്യവേക്ഷണ കപ്പലുകളാണ് യാത്രയ്ക്ക് ഉചിതമെന്ന് വിനോദും ഉണ്ണികൃഷ്ണനും പറയുന്നു. തീരത്തിനടുത്ത് നങ്കൂരമിടാനും സോഡിയാക് ബോട്ടുകളിൽ ലാൻഡിംഗ് നടത്തുവാനും വെള്ളത്തിൽ കറങ്ങുവാനുമൊക്കെ ഈ തരം കപ്പലുകൾ അനുയോജ്യമാണ്. ഞങ്ങൾ ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശരിക്കും 10 പേര് മാത്രം ഉൾക്കൊള്ളുന്ന കട്ടിയുള്ള റബ്ബർ കൊണ്ട് നിർമ്മിച്ച സോഡിയാക് ബോട്ടിലാണ്. അപ്പോൾ അത് ഐസിലൂടെയൊക്കെ തെന്നി നീങ്ങാനൊക്കെ പറ്റും. അതിനകത്ത് ഒരു എക്സ്പെഡീഷൻ ടീം മെമ്പറും ഉണ്ടാവും, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ. അപ്പോൾ ഒരു ദിവസം സാധാരണയായിട്ട് 2 ട്രിപ്പ് ഉണ്ടാവും. നമ്മൾ ഒരു ലാൻഡിങ്ങും ഒരു സോഡിയാക് ക്രൂസിങ്ങും. ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലത്തിറങ്ങും. പിന്നെ സോഡിയാക് ക്രൂസിംഗ് എന്ന് പറഞ്ഞാൽ കടലിൽ കൂടെ നല്ല കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ നീങ്ങും. അങ്ങനെ 6 ദിവസം ഞങ്ങൾ അന്റാർട്ടിക്ക ഉണ്ടായിരുന്നപ്പോൾ 6 ദിവസവും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അന്റാർട്ടിക്ക സന്ദർശിക്കാൻ താല്പര്യമുള്ളവർ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന വിവരങ്ങളും വിനോദും ഉണ്ണികൃഷ്ണനും ഗൾഫ് പനോരമയോട് പങ്കുവച്ചു. തണുപ്പിനെയും കാറ്റിനെയും പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു മാത്രമേ അന്റാർട്ടിക്കയിൽ പുറത്തിറങ്ങാൻ പറ്റൂ. പല ലെയറുകളായുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. മിനിമം 3 ലെയേഴ്സ് എങ്കിലും വേണം എന്നുള്ളതാണ്. അതായത് നമുക്കൊരു തെർമൽ വെസ്റ്റ് പോലെ ഇന്നർ ലെയർ, പിന്നെ ഒരു മിഡിൽ ലെയർ, ഫ്ലീസിൻ്റെ എന്തെങ്കിലും ഇതുള്ള ഒരു മിഡിൽ ലെയർ, അതിൻ്റെ മുകളിലാണ് നമ്മളിടുന്ന ഈ വാട്ടർ പ്രൂഫ് ഒരു പാൻസും പിന്നെ വാട്ടർ പ്രൂഫ് പർക്ക എന്ന് പറയുന്ന ഒരു ജാക്കറ്റ് ഉണ്ട്. അതായത് ആ ജാക്കറ്റ് തന്നെ ഏകദേശം ഒരു 3 ലെയറോളം ഉണ്ട്. വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ളൊരു ഇതാണ്. ഇതുവരെ നടത്തിയിട്ടുള്ള യാത്രകളെക്കാളെല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്ന സഞ്ചാരമായിരുന്നു അന്റാർട്ടിക്കയിലേക്കുള്ളത് എന്ന് വിനോദും ഉണ്ണികൃഷ്ണനും പറഞ്ഞു. കാണാത്ത കാഴ്ചകളും അനുഭവങ്ങളും തേടി ഇനിയുമേറെ യാത്ര ചെയ്യാൻ ഈ സുഹൃത്തുക്കൾക്ക് സാധിക്കട്ടെ. ഗൾഫ് പനോരമയുടെ ആശംസകൾ.